എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മരച്ചില്ലയിൽ തീർത്ത ഒരു പൂമരമാണ്. മരച്ചില്ലയിൽ തീർത്ത ഒരു പൂമരം. അത് നമ്മുടെ ഹാളിലും ഫ്ലവർ വേഴ്സിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പൂമരമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അത് ഇങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റിയ എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചെടുത്തതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു തടി പലകയാണിത്. ആ പലകയിൽ നമ്മുടെ മുറ്റത്തൊക്കെ വിരിക്കുന്ന വെള്ളാരങ്കല്ലുണ്ടല്ലോ, വെള്ളാരങ്കല്ല് മുറ്റത്തൊക്കെ വിരിക്കുന്ന ചെറിയ വെള്ളാരങ്കല്ലാണിത്. അത് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടാണ് ഇത് ഒട്ടിച്ചൊട്ടിച്ചാണ് ഇതുപോലൊരു ഇത് തീർത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാറക്കെട്ട് പോലെ തീർത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ഈ ചില്ല സെറ്റ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സാധാരണ ഞാൻ ചെയ്യുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ ഈ ഗ്ലൂ ഗണ്ണിന് ഒരു കംപ്ലൈൻ്റ് ആയ കാരണം ഇതിൻ്റെ ഈ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടുന്നത് ഒരു മരച്ചില്ലയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു ചെറിയ മരത്തിൻ്റെ ചില്ല. ആ മരത്തിൻ്റെ ചില്ല നന്നായിട്ട് ഉണങ്ങി ഇതിൻ്റെ ഈ തൊലിയെല്ലാം ചീകി കളയണം. നന്നായിട്ട് ചീകി കളഞ്ഞ് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പോളിഷ് അടിക്കും. പോളിഷ് അടിച്ച് അത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പൂമരം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടുന്നത് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ ഫാൻസി സ്റ്റോറുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതായ ചെറിയൊരു ഫ്ലവറാണ് ഇത്. ഈ ഫ്ലവർ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ പൂമരം ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ചെറിയ ചെറിയ ശാഖ നമുക്ക് ഇങ്ങനെ പിഴുതെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലെല്ലാം ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ആ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഒരു മെഴുകുതിരി എടുത്ത് അത് കത്തിച്ച് വെച്ചിട്ട് ആ മെഴുകുതിരിയെ ഇത് ഉരുക്കിയെടുക്കണം. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഈ ചെറിയ ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇത് തേച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇത് തേച്ച് കൊടുക്കണം. ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇത് എവിടെയാണോ ഒട്ടിക്കുന്നത് ആ ഭാഗത്തേക്ക് ഇത് വെച്ച് കൊടുത്തോണ്ട് നമ്മളിപ്പം ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം ഇതൊന്ന് മുറുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ ഈ ഗ്ലൂ ഗണ്ണിന് കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പം ഞാൻ ഈ ഓരോ പീസും ഇതുപോലെ അടർത്തി എടുത്തിട്ടാണ് ഞാനിത് ഇതിലെല്ലാം ഈ ചില്ലയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു പൂമരമല്ലേ ഇത്, നോക്കിക്കേ. അപ്പം ആദ്യം തന്നെ നമ്മളിങ്ങനെ തടി എടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ വെള്ളാരങ്ങളിലെല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്ത് അത് ഈ മരച്ചില്ലയിൽ ഇതെല്ലാം ചീകി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പോളിഷും ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തത്. അതിന് നമുക്ക് വേണ്ടുന്നതായ ഇതുപോലെ ചെറിയ ഫ്ലവർ നമുക്ക് മിക്ക ഫാൻസി കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പൂമരം തീർത്തെടുത്തത്. നമ്മുടെ ഹാളിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പം നമ്മൾ പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ചെയ്തേക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്തു നോക്കണം.
അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.